ഹായ്, നമസ്കാരം. SP അൺകട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ വളരെ നമുക്ക് പരിചിതമായ ഒരു സാധനത്തിനെ പറ്റിയാണ്. അതായത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കുകയും നമ്മളൊക്കെ പേടിച്ചു പോയ പല സന്ദർഭങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാടിന് അത്യാവശ്യമുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അത് എന്താണ് സാധനം എന്ന് നിങ്ങൾ ഊഹിച്ച് കാണും. എന്നിരുന്നാലും ഞാൻ പറയാം. അതായത് ട്രാൻസ്ഫോർമർ. അപ്പോൾ ട്രാൻസ്ഫോർമർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് കാണണം, പ്രൊമോട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് പൂനെയിൽ ഹിഞ്ചുവടി എന്ന സ്ഥലത്താണ്. ഇതാണ് അവരുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. സ്റ്റാറ്റിക് എന്നാണ്. ഇവർ 15 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ്. അവരുടെ ഫാക്ടറിയും ഇതിൻ്റെ പുറയിൽ തന്നെയാണ്. ഫാക്ടറി പുറയും ഇത് ഓഫീസുമാണ് കാണുന്നത്. നമുക്കിതിൻ്റെ മെയിൻ ആൾ മിസ്റ്റർ തോമസിനെയാണ് കാണുവാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു അവസരം തന്നതിന് നന്ദി. അപ്പം നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാനിപ്പോൾ സംസാരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ഈ ട്രാൻസ്ഫോമറുകൾ നമ്മൾ കുട്ടിക്കാലത്ത് വളരെ സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതധികം സൗണ്ട് കേൾപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് ആദ്യം ചോദിക്കേണ്ടേ? ഓക്കെ, അത് ടെക്നോളജിയുടെ വളർച്ച എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, കാരണം അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇന്ന് ഉപയോഗിക്കുന്നു. അതിനകത്ത് അന്ന് അതിന്റെ ലോസസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് വളരെ കൂടുതലാണ്. ലോസസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേഷൻസ് ആണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ അതിന്റെ ടെക്നോളജി വളരെ വളർന്നുകൊണ്ട് അതിനകത്ത് വൈബ്രേഷൻസ് ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നാച്ചുറലി അതിന്റെ ലോസസ് കുറവാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാരണം അതിന്റെ ക്വാളിറ്റി ആണ് മെയിൻ മാറ്റർ. സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുത്താമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ആരാണ്, എങ്ങനെയാണ്. എന്റെ പേര് വിജയൻ തോമസ്. ഈ കമ്പനി 15 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 15 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി. എന്തായാലും ഓക്കെ, ദൈവം ഇവരെയൊക്കെ വളർത്തി. പിന്നെ ഇപ്പം വി ആർ ഇൻഫാക്ട് പൂനെയില് പൈനേഴ്സ് തന്നെ പറയാൻ. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പേരെന്താണ്? ഇത് ട്രാൻസ്ഫോമറിന്റെ ബ്രാൻഡ് നെയിം സ്റ്റാറ്റിക് എന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 63 kVA മുതൽ ശരി അതിലുള്ള ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നോർമൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 63 kVA to 5000 kVA. അത്രയും ട്രാൻസ്ഫോമർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗിലായിരുന്നു ഞാൻ. മാർക്കറ്റിംഗിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ മാർക്കറ്റിംഗിന്റെ ഒരു ഓപ്ഷൻ വന്നു. അത് ട്രാൻസ്ഫോമർ മാർക്കറ്റിംഗിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം മുംബൈയിലെ ഒരു കമ്പനിയായിട്ടായിരുന്നു നമ്മൾ ടൈപ്പ് ആയിരുന്നത്. അവർക്ക് പൂനെയിലെ മാർക്കറ്റ് ഹെവി ആയി, കാരണം അത് സപ്ലൈ ചെയ്യാൻ വയ്യാതെ വന്നു. സപ്ലൈ ചെയ്യാതെ വന്നപ്പോൾ അന്നെ റെഡി മാർക്കറ്റ് ഉണ്ടായിരുന്നു. ദെൻ വി തോട്ട് വൈ നോട്ട് വി മാനുഫാക്ചർ. അങ്ങനെ നമ്മൾ ആ ഒരു മാനുഫാക്ചറിംഗിന്റെ ലൈനിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. നമ്മുടെ ഇതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ഇന്ത്യയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ്? ട്രാൻസ്ഫോമർ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ഗവൺമെന്റ് നോംസ് ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ BASന്റെ മാൻഡേറ്ററി പ്രൊഡക്ഷനകത്ത് വരുന്നതാണ് ട്രാൻസ്ഫോമർ. BASന്റെ മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. IS 1180 എന്ന സ്പെസിഫിക്കേഷനകത്ത് നോംസിലും സ്പെസിഫിക്കേഷനും അനുസരിച്ച് ആർക്കും ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് അപ് ടു 2500 kVA വരെ. അതിന് മേലോട്ടുള്ളത് സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും അത് BASന്റെ മാർക്കിംഗ് ആവശ്യമില്ല. നമ്മുടെ ട്രാൻസ്ഫോമർ എന്നത് ISI മാർക്ക് ട്രാൻസ്ഫോമറാണ്. അത് മാൻഡേറ്ററി. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കത് വിൽക്കുവാനും നമ്മുടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാനും പറ്റും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വിൽക്കാം. ഒരു ട്രാൻസ്ഫോമറിന് മിനിമം 3-4 ദിവസം മിനിമം. അതായത് നമ്മുടെ അടുത്ത് റോ മെറ്റീരിയൽ എല്ലാം അവൈലബിൾ ആണെങ്കിൽ അതിന്റെ പ്രോസസ് ടൈം 4 ദിവസമാണ്. പക്ഷേ 4 ദിവസം കൊണ്ട് ഒരു ട്രാൻസ്ഫോമർ അല്ല, ദർ ഇസ് നമ്പർ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് 4 ദിവസം കൊണ്ട് റെഡിയാവും. കാരണം അതിന്റെ ഒരു പ്രോസസ് ടൈമാണ് 4 ദിവസം എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം അതിന്റെ ഒരു സൈഡ് അതിന്റെ ടാങ്ക് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഒരു ദിവസത്തെ കോർ അസംബ്ലിയുടെ വർക്ക് ഉണ്ട്. നെക്സ്റ്റ് ഡേ അതിന്റെ അസംബ്ലി ഉണ്ട്, കോയിൽ അസംബ്ലി ഉണ്ട്. ദെൻ അതിന്റെ ഹീറ്റിംഗ്, അതായത് ഫർണസിൽ ഏറെക്കുറെ 24 hours എടുത്തത് ഫർണസിൽ, അതായത് ഓവനിൽ കിടക്കണം ടു റിമൂവ് ദ മോയ്സ്ചർ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് ടാങ്ക് ചെയ്യണം. സോ മിനിമം പ്രോസസ് ഓഫ് 4 days is required for a transformer. ഇത് ഞാൻ പറയുന്നത് ചെറിയ ട്രാൻസ്ഫോമറാണ്. when it comes to വലിയ ട്രാൻസ്ഫോമർ അത് 15-20 ദിവസം ഒക്കെ, അല്ലെങ്കിൽ ഒരു മാസം. 5 MVA ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാസം അതിന്റെ പ്രോസസ് ടൈം, വർക്കിംഗ് ടൈം. അത്രയും സമയം എടുക്കും.
അപ്പം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല? നിങ്ങളിപ്പോൾ മലയാളിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിൽ ഇത് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും. എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല? വളരെ ബ്യൂട്ടിഫുൾ ആയ ക്വസ്റ്റ്യനാണ്. ഒന്ന്, കേരളത്തിന്റെ സാഹചര്യങ്ങള് വളരെ ശക്തമാണ്. ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ 15 വർഷം കൊണ്ട് തുടങ്ങി ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ തുടങ്ങി ഇത് ഇതുവരെ വിജയിച്ചെങ്കിൽ അതിന് മഹാരാഷ്ട്രയുടെ സാഹചര്യങ്ങൾ വളരെ അനുകൂലമായിരുന്നു തന്നെ പറയേണ്ടിയിരിക്കും. അതാണ് ഏറ്റവും. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങളുടെ കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഈ പൂന സറൗണ്ടിങ്സ് കൊണ്ട് ഫുൾഫില്ലാണ്. ഞങ്ങൾ ഔട്ട് ഓഫ് മഹാരാഷ്ട്ര എങ്ങും സപ്ലൈ ചെയ്യുന്നില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ലോഡഡ് ആണ്. ഒരു മിനിമം നോർമൽ ഡെലിവറി പീരീഡ് ഞങ്ങൾ പറയുന്നത് 20 days ആണ്. ബട്ട് ഇൻ കേസ് സം എമർജൻസി ഞങ്ങൾ 10 ദിവസം കൊടുക്കും. കൺവീനിയന്റ് ടൈം ഫോർ കസ്റ്റമേഴ്സ്. അതൊന്നും സാധാരണ എങ്ങനെ കിട്ടാറില്ലെന്ന് തന്നെ പറയുന്നതാണ്. Production manager. Okay. This is the first step. CRGO lamination assembly. इसमें शुरू होता है. Yes. CRGO lamination assembly. Different ratings have different sizes. Okay. Small rating. ये कौन सा क्या मटेरियल है? ये CRGO lamination बोलते हैं. CRGO lamination बोलते हैं. हाँ, लैमिनेशन ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പർ വൈൻഡിങ് നടക്കും. इधर कॉपर वाइंडिंग इधर ही होता है ना? हाँ. किसमें वाइंड हो रहा है? इसमें वाइंड हो रहा है. അപ്പോൾ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പറാണിത്. പിന്നെ അതായത് കോപ്പർ നമ്മൾ ഇതിൽ ചുറ്റുകയാണ്. ഇത് ചുറ്റുന്ന ഒരു യന്ത്രമാണ് കാണുന്നത്. एक बार ये करके फोल्ड करके then in this form we have. Oh, this is the form. Winding is this, and on that machine this I have one come. Okay. Different machine for different windings. This is LV winding, that is HV winding. Okay. LV winding, this machine is. And on that machine they produce HV winding. HV winding. These are HV winding, these are LV winding. അപ്പോൾ ഇതിൻ്റെ ചുറ്റിയതിന് ശേഷമുള്ള ഫോമാണിത്. ഇത് കോപ്പർ ചുറ്റി കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്. ഇത് പല മെഷീൻസിനുള്ള കോപ്പർ വൈൻഡിങ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ റൂമെന്ന് പറയുന്നത് ഇവരുടെ ബൈൻഡിങ്സ് നടക്കുന്ന റൂമാണ്, കോപ്പർ വൈൻഡിങ്. ഇവരെല്ലാവരും പണിയിലാണിപ്പോൾ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പാണിത്. കോറ് ഇട്ട് മറ്റേ കോപ്പർ വൈൻഡിങ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു സ്റ്റെപ്പാണ് ഈ കാണുന്നത്. തേർഡ് സ്റ്റെപ്പാണ്. Okay. This is ready transformer tank. In that tank that assembly is put. And then oil is poured. അപ്പോൾ ഈ ടാങ്ക് അന്തർ ഓ വാല ഡാൽത്തെ. Assembly डालते हैं, then oil is poured into. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ആ കണ്ട മൂന്നാമത്തെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഇത് റെഡിമെയ്ഡായിട്ടുണ്ടാകുന്ന ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ അകത്താണ് നമ്മുടെ ആ കോയിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതിനിവർ ടാങ്ക് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മൾ സാറിന് നാട്ടിൽ കാണുന്ന സാധനങ്ങളാണ്. ഏക്കാവത്തെ റേഡിയേറ്റേഴ്സ് ഫോർ കൂളിംഗ്. ഓക്കെ, അതിൻ്റെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ. ഏവലൊക്കെ These are terminals, LV terminals. Terminals है वो. To get out the power of the transformer. Okay. Then we can extract the power. So these terminals we will do the connection of our cables over here, and we can use that power. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ പവർ എടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മളിപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റെപ്പ് ഈ ടാങ്കിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ആ കണ്ട കോയിലും അതേപോലെ ഓയിലിട്ട് ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. कौन सा ऑयल है? मिनरल ऑयल. मिनरल ऑयल है for transformer. एक कूलेंट है ना वो? It works as a coolant also, it works as an insulator also. ഓക്കെ. ഇത് ഇൻസുലേറ്ററായിട്ടും കൂളൻ്റായിട്ടുമാണ് ഇത് യൂസ് ആകുന്നത്. അപ്പോൾ ഇതോടെ പല മോഡലിലുള്ള ട്രാൻസ്ഫോമറാണ് ഈ ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് കാണാം പല മോഡലിലുള്ളതാണ്. അതുപോലെ ബേസിക്കലി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇത് ഫിറ്റായി. ഇതിപ്പം ഇതെല്ലാം റെഡി ട്രാൻസ്ഫോമേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് കാണാം ഓരോ പല മോഡലിലുള്ളതും പല. So fourth stage का बाद Assembly is put on the tank. Okay. The connection are made. And the top cover is put. Okay. അപ്പോൾ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ടോപ്പ് കവർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരും.
Okay. Once the transformer is ready, we'll do the testing of this transformer. Okay. Routine test is performed here. Okay. I'll show you the lab also. ये सारे तैयार हुआ है ना पूरा तैयार है. Testing means it will the transformer you are connecting here. Yeah. No, we are not taking the transformer to the lab. We have a load cable. Okay. Which can go till the transformer. Transformer. Okay. The connections are made to the transformer, and from here the voltages and current whatever we are designing, that voltage and current we induce in it, and we take the losses. Whatever routine test can do. ബേസിക്കലി ഇവിടെ ഇവർ ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയിട്ട് അവർ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവർ ലോഡ് എടുക്കുന്നതും ഔട്ട്പുട്ടും ഇൻപുട്ടും അവർ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണിത്. ഇതിൻ്റെ വയേഴ്സ് അങ്ങ് താഴെ ഫാക്ടറിയിലേക്ക് എത്തും. അപ്പോൾ അവിടുന്ന് ഇതിനെ ഇവർ ഡയറക്റ്റ്ലി ഇവിടുന്ന് ടെസ്റ്റ്. സീരിയൽ നമ്പർ വഗേര ഏകദം इसका अंदर ही ഇവരുടെ വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ ഇവർ മെഷീൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇതാണ് നമ്മളിവിടെ കാണുന്നത്. പല ടൈപ്സ് മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷങ്ങളുടെ വിലയുള്ള മെഷീൻസാണ്. അപ്പം നമ്മൾ കാണുന്ന നമ്മുടെ ട്രാൻസ്ഫോമറുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോയിൽസ് അകത്തെന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത്ര നിസ്സാരമായ ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല, പക്ഷേങ്കിൽ അത് കുറച്ച് മാൻഡേറ്റ്സ് ഒക്കെ കാണും സർക്കാരിൻ്റേതായ. ഇതുവരെ ലെയ്ത്ത് ഭാഗങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഓയിലാണ്, എല്ലാ ട്രാൻസ്ഫോമറും ഓയിൽ ഫിൽഡാണ്. ഈ ഓയിൽ ചൂടാകുന്നതിനനുസരിച്ച് പൈപ്പിനകത്ത് കയറി മുകളിലോട്ട് വരും. ഇത് ആക്ച്വലി ഇതിന് റേഡിയേറ്ററാണ്. ഇത് ഇപ്പം ഇതിൻ്റെ പുതിയ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഇത് നേരത്തെ ഇതിപ്പോൾ ഒരു 20 വർഷമെങ്കിലും മോർ ദാൻ 20 years ബാക്കുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പം ആ ടെക്നോളജിയൊക്കെ പോയി ഇപ്പം ഈ ടെക്നോളജി ഇതാണ് കൂടുതലും പൊട്ടിത്തെറിക്കുന്ന സാധനം. ഇതാ ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ. എഫിഷ്യൻസി ഒത്തിരി കുറവാണ്. ഇത് മോർ ദാൻ 30 years ആയിരുന്നു. 30 years പഴക്കമുള്ള ഇത് പുതിയ ടെക്നോളജിയാണ്. ഇത് റേഡിയേറ്ററായി അതിൻ്റെ ആ പൈപ്പിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് വളരെ കൂടുതൽ എഫിഷ്യൻ്റ് ആയി. എഫിഷ്യൻ്റ് ആയത്. അതുകൊണ്ട് ഈ ട്രാൻസ്ഫോമർ ചൂടാകത്തില്ല. അപ്പോൾ ഇതിന് ചിലതിന് 4 റേഡിയേറ്റർ ഉണ്ട്, ചിലതിന് 2 ഉള്ളൂ. കാൽക്കുലേഷൻ, അതായത് ഈ ട്രാൻസ്ഫോമറിനകത്ത് എത്ര ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ പ്രൊപ്പോർഷനിലാണ് ഈ ഏരിയ. ദിസ് ഇസ് കോൾഡ് ഏരിയ, കൂളിംഗ് ഏരിയ. അതിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് ഒരു ചോദ്യമുള്ളത്, നമ്മൾ ഈ വോൾട്ടേജിന് എങ്ങനെയാണ് ഒരു സൈഡിൽ വരുന്ന ഹൈ വോൾട്ടേജ് അപ്പുറത്തെ സൈഡിൽ താഴുന്നത് അല്ലെങ്കിൽ കുറയുന്നതെന്നുള്ളത് അതിനെപ്പറ്റി ഒരു മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇതിനകത്ത് 2 വോൾട്ടേജ് കോയിലുകളുണ്ട്. ഓക്കെ. അതായത് ഒന്ന് നമ്മൾ ST ആൻഡ് LT. ഓക്കെ. ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്. ഓക്കെ. ഹൈ വോൾട്ടേജിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കുള്ളത് ഒരു പക്ഷേ 3 ലൈനുണ്ട്. 11,000, 22,000, 30,000. ദിസ് ഇസ് ഈ 3 ലൈനുകളാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 11,000 വോൾട്ടേജിലേക്ക് ആണ് കണക്ട് ചെയ്തെങ്കിൽ ഈ 11,000 വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ HV സൈഡാണ്, ഹൈ വോൾട്ടേജ് സൈഡിൽ. അത് ഫുൾ കോയിൽസ്. ഈ കോയിൽസ് ഇട്ടേക്കുന്നത് ഒരു കോർ, മാഗ്നറ്റിക് ഒരു കോറിന്റെ മേലാണ്. നമ്മളതിനെ മാഗ്നറ്റിക് കോർ എന്ന് പറയും. മാഗ്നറ്റ് അല്ലത്. ഈ HV ലൈനിൽ ഹൈ വോൾട്ടേജ് വരുന്നോടനെ ഈ അകത്തിരിക്കുന്ന കോർ മാഗ്നറ്റ് ആയി പോവാ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ആവും. ഈ കോർ മാഗ്നറ്റ് ആകുമ്പോൾ അതിന്റെ മേളിൽ LV കോയിൽസ് കിടക്കും. മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കോയിലിനകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ആവും. ആ വോൾട്ടേജാണ് നമ്മൾ ഡൊമസ്റ്റിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇത്രയും വലിയ ഇത് ചേഞ്ച് ആകാനുള്ള കാരണം അതാണ്. ഇത് HVയും LVയും തമ്മിൽ ഒരു കണക്ഷനില്ല, ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ വരുന്ന ഒരു വോൾട്ടേജ് ഡിഫറൻസ് ആണ് നമുക്ക് അപ്പുറത്ത് കിട്ടുന്നത്. അപ്പം ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ 11,000, 22,000 ഉള്ള ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പ്രൊമൈസസിൽ ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യുമ്പോൾ 11,000 22,000 ഇൻപുട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ടെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് ഇതാണ്. ഓക്കെ. ഇവിടെ ഇത് 22,000 വോൾട്ടാണ് സാധാരണ. ഇത് ഓൺ ആക്ച്വൽ കണ്ടീഷനിൽ ഇവിടെ 22,000 വോൾട്ട് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങേ സൈഡ് നമുക്ക് 2 ഫേസിൽ 433 കിട്ടും, അല്ലെങ്കിൽ ഫേസ് ടു ന്യൂട്രൽ 250 വോൾട്ടേജ്. ഓക്കെ. ഇതെങ്ങനെയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ 22,000 പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് റിസ്ക്കിയാണ്, ഹൈ റിസ്ക് ആണ്. 22,000 വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അങ്ങേ സൈഡിൽ വോൾട്ടേജ് കൊടുക്കും. അവിടെ നമ്മൾ നോർമൽ വോൾട്ടേജ് 433 വോൾട്ട് ഫേസിൽ കൊടുക്കും. 433 അവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ 22,000 വരും. കാരണം കാൽക്കുലേഷൻസ് ഉണ്ട്, ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 433 കൊടുത്തു കഴിയുമ്പോൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ ഈസ് ഓഫ്.
പിന്നെ ഇതിന്റെ ലോ ടെസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട്. അപ്പം അവിടെ 430 കൊടുക്കുന്നുണ്ട്, ഇവിടെ 22 നമ്മൾ കിട്ടുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിത് കൊടുക്കുന്നത് ജസ്റ്റ് ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും മറ്റു പ്രശ്നമുണ്ടോ അറിയാം. പിന്നെ ഇത് ലൈൻ എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഒരു റേഷ്യോ ഉണ്ട്, HV കോയിലും LV കോയിലും നമ്മൾ ടേൺസ് ആണ്. ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് ടേൺസ് റേഷ്യോയാണ് അതിന്റെ വോൾട്ടേജിന്റെ ഡിഫറൻസ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ 11,000 ആണെങ്കിൽ അതും അതിന്റെ LV തമ്മിലുള്ള ടേൺസ് റേഷ്യോ ഉണ്ട്. അത് 22,000 ആകുമ്പോഴത്തേനും HVയുടെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആവും. സോ HV സൈഡിൽ എങ്ങനെ ടേൺസ് ഇൻക്രീസ് ആവുന്നു അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് LV സൈഡിൽ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ തിയറി. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഒരു വിലയുടെ എങ്ങനെയായിരുന്നു? എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെയുള്ള വിലയാണ്? നമ്മുടെ ചെറിയ ട്രാൻസ്ഫോമർ 2 ലക്ഷം രൂപ മുതൽ മേളിലോട്ട് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോമറിന് 47 ലക്ഷം രൂപ വരെ വിലയുള്ള ട്രാൻസ്ഫോമറുണ്ട്. ഇതൊരു ഒരു മീഡിയം ട്രാൻസ്ഫോമറാണ്. ഇതൊരു 600 രൂപ ട്രാൻസ്ഫോമറാണ്. അപ്രോക്സിമേറ്റ്ലി 8 ലക്ഷം 10 ലക്ഷം രൂപ വില വരും. ഈ കാണുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതാണ് 5 MVA ട്രാൻസ്ഫോമറാണ്. ഇത് ഇതിന്റെ ടാങ്ക് ഔട്ട്പുട്ടാണ്. ഇത് ഇതിന്റെ ഇന്നത്തെ മാർക്കറ്റ് വിലയാണ് 48 ലക്ഷം രൂപ വരെ. ഇതിന്റെ ഇത് പവർ ട്രാൻസ്ഫോമറാണ്. പവർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇത് 33,000 വോൾട്ടേജിൽ നിന്ന് 11,000 വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഇത് 430 ഡൊമസ്റ്റിക് പർപ്പസ് അല്ല, ഇത് നമ്മുടെ സബ്സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കണം. സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇതൊരു ഓയിലിൻ്റെ അകത്ത് ഇതും കംപ്ലീറ്റ്ലി ഇതിപ്പം ഓയിൽ ടോട്ടലി ആ ടാങ്കിനകത്ത് ഓയിൽ ഇമേഴ്സ്. അത് ഓർഗാനിക് ഓയിലാണ് അല്ലേ? അത് മിനറൽ ഓയിലാണ്. മിനറൽ ഓയിൽ. അപ്പം ഈ ഇതിന്റെ ഒരു നക്ഷൽ പറഞ്ഞ് ഈ ഒരു സാധനം ഒന്ന് ഓയിലിൻ്റെ അകത്ത് ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇല്ല, ഇത് വർഷങ്ങളോളം ഇതിന് ഒരു കുഴപ്പമില്ല. ഇത് പേപ്പർ കവേർഡാണ്. ഇത് കോപ്പർ അതാ ചോദിച്ചാൽ ഇത് കോപ്പർ വയറാണ്. ഇതെന്തോ ഇത് പിന്നെ പ്രസ് ബോർഡ് എന്ന് പറയും. ഹൈലി കംപ്രസ് ചെയ്തുണ്ടാക്കുന്ന പേപ്പറിന്റെ പ്രൊഡക്റ്റ് ആയത്. പക്ഷേ ഇത് വളരെ അപ്പോൾ ഇത് ഓയിലിൻ്റെ അകത്ത് ഇങ്ങനെ മുങ്ങിക്കിടന്നാൽ ഒരു കുഴപ്പമില്ല. ഇത് എക്സ്പാൻഡ് ആകുകയോ എന്നുള്ളത് കാരണം അതുകൊണ്ടാണ് ഇത് ഹൈ കംപ്രഷൻ ഉണ്ടാക്കുന്നത്. ഇത് ഇതേപോലെ പോകുന്നതാണ്. ഈ ബേസും എല്ലാം ഇതേപോലെ പോകുന്നത്. ഇതുപോലെ തന്നെ ടാങ്കിനകത്തേക്ക് ഇറക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മാഗ്നറ്റിക് കോർ എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ ഈ ഔട്ടറിൽ ഇതിനുള്ളിലാണ് നമ്മുടെ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ചെല്ലുന്നത്. 22,000 വോൾട്ടേജ് ഇതിനകത്ത് കണക്ട് ആകുമ്പോൾ ഇത് മാഗ്നറ്റായി മാറും. ഇത് മാഗ്നറ്റായി മാറുന്ന പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വേറൊരു കോയിൽ കിടമുണ്ട്. അത് കണക്ട് ആകുന്ന ഇവിടെയാണ്. ഇത് ഇതിന്റെ ടെർമിനൽസ് ആണ്. അത് LV എന്ന് പറയും. ഇത് മാഗ്നറ്റ് ആകുന്ന ഉടനെ ഓട്ടോമാറ്റിക്കലി ഈ ലൈനിനകത്ത് LV അതായത് ലോ വോൾട്ടേജ് ഇൻഡ്യൂസ് ആവും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലോ വോൾട്ടേജ് കിട്ടുന്നത് നമുക്ക് ഹൈ വോൾട്ടേജ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. കറണ്ട് വളരെ കുറവായതുകൊണ്ടാണ് ഇതിന് ചെറിയ വയർ. ഇതിന് കറണ്ട് തീരെ കുറവായിരിക്കും. ഇവിടെ കറണ്ട് വളരെ കൂടുതലായിരിക്കും. ഇതിന് 2 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ കറണ്ട് ആണെങ്കിൽ ഇവിടെ അത് വരുമ്പോഴത്തേനും 600-700 ആംപിയർ കറണ്ട് വരും. അതുകൊണ്ടാണ് ഇതിന് വലിയ തിക്കായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇത് നമ്മുടെ LT സൈഡ്, ഇത് HT സൈഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കോർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് കോർ. ഓക്കെ, അപ്പോൾ ഇതൊരു എത്ര ലക്ഷം രൂപയുള്ള സാധനം? ഇതിനൊരു 10 ലക്ഷം രൂപ വരുന്നതാണ്. ഇത് നമ്മുടെ വീടുകളിലോ ഫ്ലാറ്റുകളിലൊക്കെ നോക്കുന്നതാണ്. ഫ്ലാറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. നോർമലി കമ്പനികൾ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ. വലിയ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഓക്കെ, സമയം തന്നതിന് നന്ദി. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.